വളാഞ്ചേരി പോലീസ് സ്റ്റേഷനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടൽ ചടങ്ങ് ഓൺലൈനായി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ്, പോലീസ്, ജില്ലാ പോലീസ് ഓഫീസ്, കൊച്ചി റീജിയണൽ ഫോറൻസിക് ലാബിലെ പുതിയ സൗകര്യങ്ങൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബേപ്പൂര്, വൈത്തിരി ഇത്രയും പോലീസ് സ്റ്റേഷനുകളുടെ പുതിയ മന്ദിരം, മാനന്തവാടി, പുനലൂർ എന്നിവിടങ്ങളിലെ ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ ഇവയെല്ലാം ഇന്ന് നാടിന് സമർപ്പിക്കുക. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ചടങ്ങിൽ അധ്യക്ഷനായി. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടമാണ് വളാഞ്ചേരിയിൽ ഒരുങ്ങുന്നത്. അബ്ദുൾ സമദ് സംദാനി MP ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ലോകത്തെവിടെയും നീതി നിഷേധമുണ്ട്. നമുക്ക് ആ നീതി നിഷേധത്തെ എന്നെ കൊണ്ടാവുന്ന വിധം തടയാൻ ഓരോരുത്തർക്കും സാധിക്കുന്നു. അതിന് ഓരോരുത്തരും സ്വന്തത്തെ തന്നെ സജ്ജനാക്കുന്നതാണ് എനിക്ക് തോന്നുന്നു യഥാർത്ഥമായിട്ടുള്ള പോലീസിംഗ് എന്ന് പറയും. ഓരോരുത്തരും, ഓരോ പൗരനും ഞാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. പോലീസും അത്രയുള്ളൂ. അവർ അത്ഭുത ജീവികളൊന്നുമല്ല. അവർ നമുക്കിടയിലുള്ളവരാണ്. അവർ നീതിന്യായം നടപ്പിലാക്കാനാണ്. അവർ നമ്മുടെ മിത്രങ്ങളാണ്. അവർ നമ്മൾക്ക് എപ്പോഴും കയറി ചെല്ലാവുന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ കാരുണ്യത്തോടു കൂടി തന്നെ വർദ്ധിക്കേണ്ടവരുമാണ്. കരുണ ഉണ്ടായെന്ന് വെച്ച് നീതിപാലനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. KT ജലീൽ MLA മുഖ്യാതിഥിയായി. വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, വാർഡ് കൗൺസിലർ ചേരിയിൽ രാമകൃഷ്ണൻ, ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷ റജുല നൌഷാദ്, എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ KP ഇന്ദിര, ആദവനാട് പഞ്ചായത്ത് ഉപാധ്യക്ഷ സാജിദ സലീം, KPOA ജില്ലാ സെക്രട്ടറി M റുബീന എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സ്വാഗതവും തിരൂർ DYSP AM സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.